ഹായ് ഗൈസ്, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഴ്സ്റ്റ് സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എന്ന പേരുകളാണ് ഉയർന്നു വരുന്നത്. കാരണം കേരളം അത്രമാത്രം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാസം ഒരു ചെറിയ എക്സ്പെൻസ് കൂടിയാൽ പോലും, അതായത് നമ്മുടെ നാട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പല പെൻഷൻ ആൾക്കാർക്കും പൈസ കൊടുക്കാനുള്ള ഫണ്ട് പോലും ഇപ്പോൾ ഖജനാവിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മീഡിയ ഒന്നും തന്നെ മുന്നോട്ട് വരില്ല. അവരുടെ അജണ്ട എന്താണോ അത് മാത്രമോ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ, അതായത് എന്തുകൊണ്ടാണ് കേരളം ഇത്രയും വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നത്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലെല്ലാം തന്നെ എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം അവോയ്ഡ് ആയി പോകുന്നത്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം കേരള സർക്കാരിനെ ചതിക്കുന്നതാണോ ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുകളും എഡ്യൂക്കേഷണൽ വീഡിയോസുകളും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ചോദ്യം മാത്രം, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടമെടുത്ത സംസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് കേരളം 2ഓ 3ഓ പൊസിഷനിലോ എത്തുന്നുള്ളൂ. അതായത് ഉത്തർപ്രദേശും തമിഴ്നാടെല്ലാം ഇതിനെക്കാട്ടിലും കൂടുതൽ കടമെടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്കൊന്നും ഈ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ട് നേരിടുന്നില്ല? ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് അറിയാത്തവർക്ക് പ്രശ്നമില്ല, നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരള ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ചെയ്തെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇച്ചിരി കൂടെ എളുപ്പമായി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും. അത് കാണാത്തവർക്കും താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുള്ളവർ മാത്രം, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഇപ്പൊ വീഡിയോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി കിടക്കാം. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എത്രമാത്രം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കേരളത്തിന്റെ കുറച്ച് കടങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കേന്ദ്ര സർക്കാർ, അതായത് ഫൈനാൻസ് കമ്മീഷൻ NBC എന്ന് പറയുന്ന ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യും, അതായത് നെറ്റ് ബോറോയിങ് സീലിംഗ്സ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് എത്ര വരുമാനമുണ്ടോ അത്ര ആ വരുമാനത്തിൽ നിന്ന് എത്രമാത്രം കൂടുതൽ കടമെടുത്ത് ചെലവഴിക്കാം എന്നുള്ളതിന്റെ ഒരു സ്മോൾ ഇൻഡിക്കേറ്റർ ആണ് ഈ NBC അല്ലെങ്കിൽ നെറ്റ് ബോറോയിങ് സീലിംഗ്സ് എന്ന് പറയുന്നത്. അവര് പറഞ്ഞിരിക്കുന്നത്, അതായത് GDPന്റെ 3.5% ഇവർക്ക് കടം, അതായത് സ്റ്റേറ്റിന് ക്ലെയിം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കേരളത്തിന് ഏകദേശം 34,000 കോടി രൂപയോളം അതായത് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് റൈറ്റ്സ്. പക്ഷെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് കേരളം ഇതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓൾറെഡി 3,140 കോടി അധികം വാങ്ങി. അതായത് ഈ 34,000 കോടിയാണ് ആകെ വാങ്ങാൻ പറ്റുന്നത്. പക്ഷെ അതും കഴിഞ്ഞ് അവർ കൂടുതലായിട്ട് എക്സ്ട്രാ ആയിട്ട് ഈ തുക ക്ലെയിം ചെയ്തു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ ഈ 34,000 കോടി നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതിന് ഈ 3,140 കോടി കുറച്ചിട്ട് മാത്രമോ വീണ്ടും കേന്ദ്ര സർക്കാർ അവർ കടം കൊടുക്കുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് 29,301 കോടി രൂപയാണ് ആകെ ക്ലെയിം ചെയ്യാൻ പറ്റിയ തുക. അതായത് ഈ 34,000 നിന്ന് 3,000 കോടി കുറയുമ്പോൾ, അപ്പോൾ ഈ ഒരു കോടി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത്ര തുക നമുക്ക് വീണ്ടും ക്ലെയിം, അതിന്റെ കുറച്ച് ഡിഡക്ഷൻസ് എല്ലാം കുറച്ചിട്ട് അങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ കൂടുതൽ ക്ലെയിം വരുന്നതോളം നമുക്ക് അടുത്ത വർഷം നമുക്ക് വാങ്ങുന്ന കടത്തിന്റെ എമൗണ്ട് അവരിങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും കിട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ഈ വർഷം, അതായത് ആദ്യത്തെ 9 മാസം കൊണ്ട് ഏകദേശം ഈ 34,000 കോടിയിൽ നിന്ന് ഈ 29,000 കോടി രൂപയോളം അവർക്ക് ക്ലെയിം ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മുടെ കേരള സർക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യത്തെ 6 മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ ഏകദേശം 21,852 കോടി രൂപയോളം അവർ ഏകദേശം ക്ലെയിം ചെയ്തു. പിന്നെ അവർക്കുണ്ടായിരുന്ന ബാക്കിയുള്ള മാസങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടി ഇത്ര തുക മാത്രമോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ കേരള സർക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് മിനിമം 15,000 കോടി രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമോ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ പല കമ്മിറ്റഡ് എക്സ്പെൻസുകളും അതായത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് 15,000 കോടി രൂപയോളം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് മറ്റ് സംസ്ഥാനത്തുള്ള ഗവൺമെന്റുകളും അവർ ഭരിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഓരോ സ്റ്റേറ്റിനും കമ്മിറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടാവും. അതായത് എന്ത് വന്നു കഴിഞ്ഞാലും അത് മാറ്റി നിർത്താൻ പറ്റില്ല, അതാണ് ഈ കമ്മിറ്റഡ് എക്സ്പെൻസ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, ഒന്ന് സാലറി, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള സാലറി. രണ്ടാമത്തെ പെൻഷൻ, അതായത് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ മറ്റ് പെൻഷൻസ് എല്ലാം തന്നെ ഇതിൽ വരും. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ ഓരോ പൈസയ്ക്കും നമ്മൾ തിരിച്ച് പലിശ അടയ്ക്കണം, അതായത് ഇൻട്രസ്റ്റ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിൽ എത്രമാത്രം അതായത് ഫണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതിലെല്ലാം നിർബന്ധമായും സ്പെൻഡ് ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് കേരളത്തിന് കിട്ടുന്ന ഫണ്ടിൽ ഏകദേശം 70% ഫണ്ട് ഈ കമ്മിറ്റഡ് എക്സ്പെൻസ്, അതായത് ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ല, ഇതിലോട്ട് തന്നെ നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു.
വെറും 30% ഫണ്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ റോഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ ആൾക്കാർക്ക് എത്തിക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടൽ 100 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ 70 രൂപയോളം 30 രൂപ ഈ സാലറി കൊടുക്കാനും 20 രൂപ പെൻഷൻ കൊടുക്കാനും അതുപോലെ തന്നെ 10 രൂപ ഇൻട്രസ്റ്റ് വട്ടി മാത്രം കൊടുക്കാനും നമ്മുടെ സർക്കാർ ഉപയോഗിക്കുന്നു. പിന്നെ ഉണ്ടായിരുന്ന ബാക്കി വരുന്ന 30 രൂപ വെച്ചിട്ട് മാത്രമാണ് റോഡ് നന്നാക്കാനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും കേരള സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ് എത്രമാത്രം അവരുടെ കമ്മിറ്റഡ് എക്സ്പെൻസ് കുറവാണോ ആ ഒരു സ്റ്റേറ്റിന് അത്രമാത്രം ഭാരം കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പോൾ കേരളം മാത്രമല്ല മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അവരുടെ കമ്മിറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 59%. പക്ഷെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ അത് 70%. മറ്റ് സ്റ്റേറ്റിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് എക്സ്പെൻസിൽ ചെലവഴിക്കുന്നത് നമ്മുടെ സർക്കാരാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കേരള സർക്കാരിന് ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് മാത്രം 35,000 കോടി രൂപയോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെഫിസിറ്റും ഫിസിക്കൽ സർപ്ലസും ഉണ്ടാവും. നമ്മുടെ ചെലവിനെക്കാട്ടിലും കൂടുതൽ ഫണ്ട് വരികയാണെങ്കിൽ അതിന് ഫിസിക്കൽ സർപ്ലസ് എന്ന് പറയും. ചെലവിനെക്കാട്ടിലും കൂടുതൽ ഫണ്ട് ചെലവാക്കുകയാണെങ്കിൽ അതിന് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഒരു സർക്കാരിന് 100 രൂപ കിട്ടുകയാണെങ്കിൽ ആ സർക്കാർ ആ 100 രൂപയിൽ നിന്ന് എത്രമാത്രം ചെലവഴിക്കുന്നു എന്ന്. ഇപ്പോൾ ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ 100 രൂപയ്ക്കും നമ്മൾ 106 രൂപ ചെലവഴിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 6 രൂപ നമുക്ക് എക്സ്ട്രാ വേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ ആവശ്യത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? IMF എന്നോ അങ്ങനെ എവിടുന്നേലെല്ലാം തന്നെ നമ്മൾ കടം വാങ്ങാനോ അല്ലെങ്കിൽ വല്ല ബോൺസ് എല്ലാം ഇഷ്യൂ ചെയ്ത് നമ്മൾ കടം എടുക്കാൻ നോക്കും. ഇത് തന്നെയാണ് കേരള സർക്കാരിനും വരുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇങ്ങനെ വരവിനെക്കാട്ടും കൂടുതൽ ചെലവായിട്ട് 35,000 കോടി രൂപയോളം നമ്മൾ ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് മാത്രം നമ്മുടെ കേരള സർക്കാരിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും പറയും ഇപ്പോൾ കേരള സർക്കാർ കൃത്യമായ ഫണ്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് പ്രശ്നമെന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യുകയാണെങ്കിൽ 15th ഫൈനാൻസ് കമ്മീഷൻ പ്രകാരമാണ് നമുക്ക് ഓരോ സ്റ്റേറ്റിനും എത്രമാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, GSTന് എത്ര കൊടുക്കണം ഉള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വളർച്ച വന്നു, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എത്ര ജനങ്ങളുണ്ട്, എത്ര സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഡിസൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലോട്ട് ഇത്ര ഫണ്ട് കൊടുക്കുന്നത്. കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കും. അപ്പോൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കൂടുതൽ വളരാത്തതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഫണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ പോപ്പുലേഷനും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഏകദേശം 53,137 കോടി രൂപയോളം കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം കോടികൾ കേരള സർക്കാരിന് കിട്ടിയിട്ടും കേരള സർക്കാരിന് എന്തുകൊണ്ടാണ് മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്ന് പലർക്കും ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും 2 രീതിയിലാണ് കടമെടുക്കുന്നത്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് ഡയറക്റ്റ് ആയി പോയി അപ്രോച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇത്ര തുക വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടും. അപ്പോൾ അവർ ഓരോ സ്റ്റേറ്റിന് ഇത്ര തുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. ആ തുകയിൽ നിന്ന് എത്രയാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് കൊടുക്കും. അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അവർ റിക്വസ്റ്റ് അല്ലാതെ തന്നെ ഡിക്ലൈൻ ചെയ്യലാണ് പതിവ്. അതല്ലാതെ മറ്റൊരു രീതിയിലും ഇവർക്ക് ബോറോ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സർക്കാർ കമ്പനി മൂലം നമുക്ക് പണം എടുക്കാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ PSU എന്ന് പറയുന്ന ഈ കമ്പനികളെല്ലാം തന്നെ സർക്കാരിന്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ അടുത്ത് ബോണ്ടായിട്ടും അതുപോലെ തന്നെ ഈ ബാങ്കുകൾക്കെല്ലാം തന്നെ ബോണ്ടായിട്ട് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഫണ്ട് കിട്ടുന്ന ഈ PSU അല്ലെങ്കിൽ ഈ കമ്പനികളെല്ലാം തന്നെ ഇത് സർക്കാരിന് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫണ്ട് സർക്കാർ എന്ത് പറയുന്നത് വെച്ചാൽ ഈ ഫണ്ട് മൊത്തം ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ആ കമ്പനീന്റെ അടുത്ത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടും ഈ കേരളം അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളെല്ലാം റൺ ചെയ്യാറുണ്ട്. പക്ഷെ 2022 ആയി കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഇങ്ങനെ 2 രീതിയിലും കളക്ട് ചെയ്യുന്ന ഫണ്ട് അല്ല തന്നെ അത് നിങ്ങളെ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ബോറോ ചെയ്യുന്നത്, അത് ഒഫീഷ്യലായി കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ കടം കൂടുതലായി കാണിക്കുകയും ഇതുകൊണ്ടെന്ന് വെച്ചാൽ കൂടുതൽ കടമെല്ലാം തന്നെ കേരളം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഇത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച എന്ന് പലരും വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും ഒഫീഷ്യലി കേരള ഗവൺമെന്റ് തന്നെ എടുത്ത കടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കടം മാത്രമോ കൂടുന്നുള്ളൂ, വരുമാനം മാത്രം കേരള ഗവൺമെന്റിന് കുറയുന്നേ എന്ന് നമുക്ക് നോക്കാം. സ്പെൻഡ് ത്രിഫ്റ്റ് പോളിസി എന്ന് പറയും. മര്യാദയ്ക്ക് എസെൻഷ്യൽ ആയിട്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെന്റിന് ഇപ്പോൾ 2,000 രൂപ കിട്ടുക എന്ന് വെച്ചാൽ ആ 2,000 രൂപ എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളതിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് 2,000 രൂപ കിട്ടി അതിൽ 1,000 രൂപ റോഡും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ
അതായത് ഇവിടെ പുതിയ കമ്പനികൾ വരാനും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളെല്ലാം വന്ന് ഇവിടെ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ അതിൽ കുറെ ആൾക്കാർക്ക് ജോലി സാധ്യത, ടാക്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരും. പക്ഷെ ഗവൺമെന്റിന് കിട്ടുന്ന ഈ 2000 രൂപ ആൾക്കാർക്ക് വല്ല ഫ്രീ ആയിട്ട് വല്ല ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള വെറുതെ വല്ല പരിപാടികൾ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കുറേയധികം കറപ്ഷൻസ് എല്ലാം നടത്തി വല്ല പരിപാടികളെല്ലാം ചെയ്യുകയാണെങ്കിൽ ആ ഒരു 2000 രൂപ ഇപ്പോൾ തൽക്കാലം ഷോർട്ട് ടൈമിനായിട്ട് ആൾക്കാർക്ക് അത് നല്ലതായി തോന്നും, നല്ല പദ്ധതിയായി തോന്നും. പക്ഷെ ഫ്യൂച്ചറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി കേരളത്തിൽ ഒന്നും ഉണ്ടാവില്ല. അതായത് കേരളത്തിൽ ഒരു നല്ല വിദ്യാഭ്യാസം പോലും ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് പ്രോപ്പർ ആയ ഒരു ടാക്സ് കളക്ഷൻ ഇല്ല. അതായത് ഇപ്പോൾ കേരളത്തിനെ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റിലെല്ലാം തന്നെ ആവറേജ് ആയിട്ട് 7% ടാക്സ് കളക്ഷൻ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇത് ബിലോ ആവറേജ് ആണ്, 6.5% മാത്രമേ ഉള്ളൂ. അതായത് ടാക്സ് കളക്ട് ചെയ്യുന്നതിൽ 1995 തന്നെ നമ്മൾ നല്ല ടാക്സ് കളക്ട് ചെയ്തെങ്കിലും പക്ഷെ GST എല്ലാം വന്നപ്പോൾ നമ്മൾ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ടും പല കാര്യത്തിലും നമ്മൾ ഈ ടാക്സ് കളക്ഷനിലോട്ട് പിന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, അതായത് ആൾക്കാരെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് പുതിയ പുതിയ കമ്പനീസ് എല്ലാം വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ രണ്ടാമത്തെ പ്രധാന പ്രശ്നമായിട്ട് എല്ലാവരും കണക്കിലാക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കമ്മിറ്റഡ് എക്സ്പെൻസുകൾ കൂടുക. അതായത് കിട്ടുന്ന ഫണ്ട് മൊത്തം നമ്മൾ ഈ സാലറി കൊടുക്കാനും അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുന്ന സോഴ്സിനൊന്നും തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടെന്താണ് അതായത് കമ്മിറ്റഡ് എക്സ്പെൻസ് കുറയ്ക്കേണ്ട ഉണ്ടായിരുന്നു. അതായത് കമ്മിറ്റഡ് എക്സ്പെൻസ് കൂടുന്നതോടും നമ്മൾ മറ്റേതെങ്കിലും പോസിബിലിറ്റി വഴിയിൽ നമ്മൾ കൂടുതലായിട്ടും ഫണ്ട് കളക്ട് ചെയ്യേണ്ടതായിരുന്നു. ഇതിലും കേരള ഗവൺമെന്റിന് വലിയ വീഴ്ച പറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സർക്കാർ എപ്പോഴും കേന്ദ്ര സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ട് ഇരുന്നു. അതായത് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്ത് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കാത്ത ഒരു സംസ്ഥാനമാണ് അതായത് തമിഴ്നാട് എന്ന് പറയുന്നത്. BJP അവിടെ ഒരു വട്ടം പോലും ഭരിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഈ പ്രതിസന്ധി അവർ നേരിടുന്നില്ല. ഇതുപോലെ BJP ഒരു വട്ടം പോലും കാലുവെക്കാത്ത പല സംസ്ഥാനങ്ങളുമുണ്ട്. പക്ഷെ അവിടെയൊന്നും തന്നെ അതായത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. ഇതെന്താണ് അവർ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും സെൻട്രൽ ഗവൺമെന്റിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിട്ടില്ല. അതായത് അവരുടെ സ്റ്റേറ്റിൽ കൂടുതലായിട്ടും ഇൻഫ്രാസ്ട്രക്ചറും മാനുഫാക്ചറിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായും കൊണ്ടുവന്ന് ഇൻഡസ്ട്രികൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതലും ജോലി സാധ്യത കൂടി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടി കഴിഞ്ഞപ്പോൾ അവർ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഗവൺമെന്റിന് ഇവിടെ 2 ടാക്സ് കിട്ടാണ്, ഒന്ന് ആൾക്കാരുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ മറ്റൊന്ന് വന്നിട്ട് കമ്പനികളുടെ അടുത്തുനിന്നും. ഇതുപോലെ തന്നെ വീണ്ടും അതായത് ഇങ്ങനെയുള്ള കമ്പനികൾ പുതിയതായി വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ റോഡുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ട് വീണ്ടും പുതിയ പുതിയ കമ്പനികൾ അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിലെല്ലാം തന്നെ വളർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ കേരളം മാത്രം ഇതൊന്നും ചെയ്യാതെ പല കമ്പനികളും ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന കമ്പനികൾ ഇവിടുന്ന് അടിച്ചോടിച്ച് മറ്റ് സംസ്ഥാനത്തോട്ട് പോയ ചരിത്രം വരെ ഇതേ കേരളത്തിന് മാത്രമോ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഷോർട്ട് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എന്തുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റിനെല്ലാം തന്നെ അതായത് ഈ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത അവർ കൂടുതൽ കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് നമ്മളെക്കാളും കൂടുതൽ കടം വാങ്ങിയിട്ടുണ്ട്, തമിഴ്നാട് കൂടുതലും കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ 2 സ്റ്റേറ്റിനെയും എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലും ഇൻവെസ്റ്റ്മെന്റുകളാണ് അവിടെ കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നു. അതായത് ഇപ്പോൾ ആപ്പിളിന്റെ മാനുഫാക്ചറിങ് വരെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ ഒസൂർ എന്ന് പറയുന്ന അവിടെ പുതിയൊരു പ്രോജക്റ്റ് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് അതായത് ചെന്നൈനെക്കാട്ടിലും അഡ്വാൻസ്ഡ് സിറ്റി ആക്കാൻ വേണ്ടി അവർ പുതിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലും നടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ടെക് ലീഡിംഗ് കമ്പനീസ് അവിടെ പുതിയ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ടും അത് പുതിയ മാനുഫാക്ചറിങ് ഹബ്ബുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് അവിടെയുള്ള ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഗവൺമെന്റ് പോളിസി കുറയ്ക്കുകയും അതുപോലെ തന്നെ ടാക്സ് കുറച്ച് റിലാക്സേഷൻ കൊണ്ടുവരികയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതായത് നമുക്ക് കൂടുതലും കമ്പനികളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടെന്നാണ് അതായത് അവിടെ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇവിടെ വന്ന് പണിയെടുക്കാനും അതുപോലെ തന്നെ ഈ പണിയെടുക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ടാക്സ് ആയി കിട്ടാനും അങ്ങനെയുള്ള രീതിയിലെല്ലാം തന്നെ നമുക്ക് വരുമാനം കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടാക്സും കൂടുതൽ കിട്ടും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കൂടുതൽ വരുമാനം ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ 1000 കോടി എടുത്താലും ഒരു ദിവസത്തെ വരുമാനം തന്നെ ഇവർക്ക് അതിൽ കുറെ 100 കോടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്ന് അടച്ചു കൊടുക്കാൻ പറ്റുന്നു. അതായത് 100 കോടിയൊക്കെ എക്സാമ്പിൾ പറഞ്ഞാണ്. അതുകൊണ്ട് അതായത് ഇവർക്ക് ഇപ്പോൾ 32,000 കോടി എടുക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട് GDP നമ്മളെക്കാട്ടിലും വളർന്നതാണ്, അവിടെ പോപ്പുലേഷൻ കൂടുതല. ഇങ്ങനെയുള്ള പല സാഹചര്യം കൊണ്ടാണ് മറ്റ് സ്റ്റേറ്റ് എല്ലാം തന്നെ മുന്നോട്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ വോട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് അതായത് അവൻ മുസ്ലിം ആണ്, അവൻ ഹിന്ദു ആണ്, അവൻ ക്രിസ്ത്യനാണ്, അതുകൊണ്ട് ഇവനെ വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാതെ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ എത്രാമത്തെ സ്ഥാനത്താണ്, ഇന്ന് ഇന്ത്യയിൽ എത്രമാത്രം വളർന്നു മറ്റ് സ്റ്റേറ്റിലെല്ലാം, അതുകൊണ്ട് അവിടെയെല്ലാം ഏത് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്, ഈ അടുത്ത വട്ടം കോൺഗ്രസിനെ കൊണ്ടുവന്നാൽ മെച്ചമുണ്ടാവുമോ, അടുത്ത വട്ടം BJP വന്നാൽ നന്നാവുമോ,
അതോ CPM തന്നെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ചതിന് ശേഷം വോട്ട് ചെയ്യുക. എങ്കിലും എല്ലാവരും മാറി ചിന്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിപ്രായം.